ഇത്തരം ഗെയിമുകൾ കളിക്കുമ്പോൾ ഒരു പക്ഷെ ചില കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോഴോ പ്രശ്നങ്ങൾ സംഭവിച്ചേക്കാം. ഇപ്പോ ഒന്നും എടുത്തരുത്. അവിടുത്തെ ഞാൻ അവിടെ ഇട്ടിട്ട് വന്നിരിക്കും. ദയവ് ചെയ്ത് നമുക്ക് നമ്മൾ വിശദമായിട്ടിരിക്കും. ഒരു കുറ്റബോധത്തിന്റെ അല്ല, അതൊക്കെ ഞാൻ അവിടെ ഇട്ടു. ഗെയിമൊക്കെ അവിടെ ഇട്ടു. ഇനി അവന്റെ അമ്മ ചൂലും കെട്ടിട്ട് അടിക്കും. ബിഗ് ബോസിന് വന്നതിന് മുന്നേ, ബിഗ് ബോസ് കയറുന്നതിന് മുന്നേ കഴിഞ്ഞിറങ്ങി കഴിഞ്ഞപ്പോൾ ഒരു വ്യത്യാസം ലൈഫിൽ ഒരു വ്യത്യാസം ഉണ്ടായിട്ടില്ല. ലൈഫിൽ കുറെ ഇതേപോലെ ഇങ്ങനെ ആൾക്കാർ വന്ന് നിൽക്കുന്നു. അപ്പൊ എനിക്കിത് ഇഷ്ടമാണ്. എനിക്ക് നമ്മളിപ്പോ രാവിലെ വരെ സംസാരിക്കാൻ ഞാൻ തയ്യാറാണ്. എനിക്ക് അതിന് കുഴപ്പമില്ല. എനിക്ക് എന്ത് വ്യത്യാസം ഒരു ഫിസിക്കലി ആയിട്ടും മെന്റലി ആയിട്ടും ഒരുപാട് മനുഷ്യര് മാറും എന്ന് പറയുന്നുണ്ടല്ലോ ബിഗ് ബോസിൽ. അപ്പൊ അത്തരം എന്തെങ്കിലും ഒരാഴ്ച കൊണ്ട് ഇതിലും സംഭവിച്ചു? എനിക്കൊന്നും സംഭവിച്ചില്ല. ഞാൻ മാറിയിട്ടില്ല. ഞാൻ ഇപ്പോഴും ഗെയിം കളിക്കാൻ തയ്യാറായിട്ടിരിക്കുകയാണ്. എന്റെ മൈൻഡൊക്കെ ഫിറ്റാണ്, എല്ലാം ഫിറ്റാണ്. പിന്നെ ഞാൻ അതിന്റെ ഉള്ളിലൊക്കെ പലതരം ഗെയിമുകൾ കളിക്കും. അതൊക്കെ ഞാൻ എന്റെ ബുദ്ധി വെച്ചിട്ട് കളിക്കുന്നതാണ്. അതൊക്കെ അത് മറ്റേ ബുദ്ധി എന്ന് പറഞ്ഞാലേ, ഞാനിപ്പോ നമുക്ക് എല്ലാവർക്കും ഒരേ ബുദ്ധി തന്നെയാണ്. പക്ഷെ അതിന്റെ ഉള്ളിൽ കയറുമ്പോൾ ഒരു പ്രത്യേക പവർ കിട്ടും. അതിന്റെ ഉള്ളിൽ കയറുമ്പോൾ ഒരു പ്രത്യേക ബുദ്ധി കിട്ടും. അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ താൻ കൈ ചൂണ്ടി കഴിഞ്ഞാൽ താൻ എന്തിനാണ് കൈ ചൂണ്ടിനതെന്ന് തന്റെ കണ്ണിൽ നോക്കി ചിലപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് ഞാൻ എന്റെ വീട്ടിൽ നിന്ന് പഠിച്ചത് വേറെ ഒന്നുമല്ല. അതിന്റെ ഉള്ളിൽ കയറിയിട്ട് നമ്മൾ അങ്ങനെ ആയി പോകുന്നതാണ്. പക്ഷെ വേറെ കാര്യമുണ്ട്. ഇപ്പോ നെടുമ്പാശ്ശേരി എന്താ സംഭവിച്ചതെന്നുള്ളത് എനിക്ക് ഇപ്പൊ ഓർമ്മയുണ്ട്. പക്ഷെ അതിന്റെ ഉള്ളിൽ ഇപ്പൊ ഒരു 3 മണിക്കൂർ ആയിണ്ടാവില്ല നമ്മൾ പോയിട്ട് വരുന്നത്. 3 മണിക്കൂർ 4 മണിക്കൂർ ആയിണ്ട് ഇപ്പൊ ഞാൻ ഇത് തുടങ്ങിയിട്ട്. പക്ഷെ എനിക്ക് 4 മണിക്കൂർ മുമ്പ് എന്താ സംഭവിച്ചതെന്ന് എനിക്ക് ഇപ്പൊ ഓർമ്മയുണ്ട്. അല്ലെങ്കിൽ എനിക്ക് ഒരു 10 ദിവസം മുന്നേ ഈ ലൈഫാണെങ്കിൽ എനിക്ക് ഓർമ്മയുണ്ടാവും. പക്ഷെ അവിടുത്തെ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ 1 മണിക്കൂർ കഴിഞ്ഞാൽ ബ്ലാങ്ക് ഔട്ട് ആവാണ്. 1 മണിക്കൂർ കഴിഞ്ഞാൽ നമ്മൾ ഗെയിമിൽ അത് ലോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള സാധനങ്ങൾ മാത്രമേ നമുക്ക് ഓർമ്മയുണ്ടാവുള്ളൂ. നമുക്ക് ലോക്ക് ചെയ്ത് കുറെ കാര്യങ്ങളുണ്ടാവും, അത് മാത്രമേ ഓർമ്മയുണ്ടാവുള്ളൂ. ബാക്കിയെല്ലാം ഇപ്പോൾ ആരൊക്കെയാണ് അടുത്തുണ്ടായിരുന്നത്, ഇപ്പോൾ എൻ്റെ അച്ഛൻ, അമ്മ, ഭാര്യ, മകള് തുടങ്ങിയിട്ടുള്ള ചേട്ടൻ തുടങ്ങിയിട്ടുള്ള ആൾക്കാർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് ഓർമ്മ ഒരു 2 മണിക്കൂർ കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലാണെങ്കിൽ അയ്യോ അമ്മ ഉണ്ടായിരുന്ന, അച്ഛൻ ഉണ്ടായിരുന്ന, ഉണ്ടായിരുന്ന. പക്ഷെ നമ്മളിങ്ങനെ ബ്രെയിൻ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കല്ലേ. അപ്പൊ അത് ഒരു ഗെയിമാണ്. ബിഗ് ബോസിൽ വേണം ഉദ്ദേശം ഉണ്ടാ പഠിച്ചു എനിക്കറിയില്ല. അതൊന്നും പറയരുത്. എനിക്കൊന്നും അറിയില്ല. അതൊന്നും അറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നിങ്ങൾ ഇത്രയും നേരം എന്നെ കാത്തിരുന്നതിന്റെ ഒരു സന്തോഷം എനിക്കുണ്ട്. എനിക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും അങ്ങനെ അറിയാലോ കേട്ടോ. ഒന്നും തോന്നരുത് കേട്ടോ. ഇത്തരം ഗെയിമുകൾ കളിക്കുമ്പോൾ ഒരു പക്ഷെ ചില കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോഴോ പ്രശ്നങ്ങൾ സംഭവിച്ചേക്കാം. ഒന്നും എടുത്തരുത്. അവിടുത്തെ ഞാൻ അവിടെ ഇട്ടിട്ട് വന്നിരിക്കും. ദയവ് ചെയ്ത് നമുക്ക് നമ്മൾ വിശദമായിട്ടിരിക്കും. അല്ല അത്തരം വാക്യങ്ങളോ അല്ലെങ്കിൽ അത്തരം സംവാദങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞ സമയത്ത് പിന്നീടുള്ള ഒരു കുറ്റബോധം, ഒരു കുറ്റബോധത്തിന്റെ അല്ല, അതൊക്കെ ഞാൻ അവിടെ ഇട്ടു. ഗെയിമൊക്കെ അവിടെ ഇട്ടു. ഇനി അവന്റെ അമ്മ ചൂലും കെട്ടിട്ട് അടിക്കും. അമ്മ ഇപ്പൊ വരുമ്പോ പറഞ്ഞത് പടി കയറി കഴിഞ്ഞാൽ നിർത്തിക്കോട്ടെ കണ്ണ. ഗെയിമും വേണ്ട, നിന്റെ അതും വേണ്ട, എന്റെ ഇഡ്ഡലി കച്ചവടി ഇരിക്കണം.